നിന്നെ ഞാൻ മോഷ്ടിച്ചോണ്ട് പോയി. അത് അന്ന് 2:30 പോയതല്ലേ? അത് 2:30 രാത്രി. ഈ ഷൂട്ട് നടക്കുന്ന രാത്രി 1 മണിക്ക് മോതിരം മോഷ്ടിക്കുന്നു. അവിടുന്ന് രാവിലെ ട്രിവാൻഡ്രത്ത് നിന്ന് ഞാനിപ്പോ കല്യാണം കഴിച്ചപ്പോൾ അതില് വേറൊരു സംഭവം ഉണ്ട്. അപ്പൊ ഈ നോബി ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഫോൺ ചെയ്യും. അപ്പൊ ഞാൻ ചോദിക്കും, അളിയ നീ എന്തുകൊണ്ടാ അഭിനയിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന? ഇല്ലളിയാ, ഒരു ചെറിയ കലിപ്പുണ്ട്, ഇന്നലെ ഒരു കല്യാണം പെണ്ണിനെ അടിച്ചോണ്ട് വന്നു, നാളെ കല്യാണമാണെന്ന്. ഭയങ്കര പ്ലാനിങ്. എനിക്ക് മനസ്സിലായി. എന്റെ കല്യാണം ഇപ്പോഴാണ് ഞെട്ടിയല്ലേ. എനിക്ക് കത്തിയത് മോനെ. അതിനിടയിൽ അതും നടന്നല്ലേ. അങ്ങനെ ഈ മോതിരം അടിച്ചുകൊണ്ട് വന്നതിന്റെ പിറ്റേന്ന് രാവിലെ ഞാൻ പെണ്ണിനെ അടിച്ചോണ്ട് വരുന്നു. ഇത് കഴിഞ്ഞിട്ട് അപ്പൊ വീട്ടുകാർ നമ്മൾ ഇച്ചിരി പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനവളും സെപ്പറേറ്റ് താമസിക്കുന്നത്. വീണ്ടും ഇതിഹാസയുടെ ഷൂട്ട് എൻ്റെ ഡേറ്റായി. ഞാൻ അവിടെ നിന്ന് എറണാകുളത്ത് നിന്നിട്ട് എന്നെ കെട്ടിയിട്ടേക്കുന്നു ഒരു സീന്. എന്നാൽ റോപ്പിന് ഇങ്ങനെ ചുറ്റിയിട്ടേക്കുന്ന സമയത്ത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കോൾ വരുന്നു. എനിക്ക് അറ്റൻഡ് ചെയ്യണം എൻ്റെ വൈഫിൻ്റെ കോള്. കാര്യം പേടിയാണ്, ഇവിടുന്ന് പിടിച്ചോണ്ട് പോയാലോ. പോകില്ല, അവർ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞ് അവരിരിക്കുന്നു. കെട്ടിയിട്ടേക്കുന്ന സമയത്ത് ഇത് കോംപ്രമൈസ് ചെയ്യാനായിട്ട് എൻ്റെ വൈഫിൻ്റെ അമ്മാവൻ വന്നു. അപ്പോൾ ഇവളെന്നെ വിളിച്ചു, എന്നെ വിളിച്ചിട്ട് ചേട്ടാ അപ്പോൾ എന്നെ കെട്ടിയിട്ടേക്കാണ്. എനിക്ക് കൈ പോലും അനക്കാൻ വയ്യ. ഫോൺ അരുണൊക്കെ കൊണ്ട് വെച്ച് വരും ചെവിയിൽ. നിൻ്റെ വൈഫ് വിളിക്കുന്നു. ഹലോ, ആര്യ എന്നാണ് വൈഫിൻ്റെ പേര്. ഞാൻ ആര്യ ഞാൻ വിളിക്കാം. ശരി ചേട്ടാ, എത്രയും പെട്ടെന്ന് ഇവിടെ വരണം, എൻ്റെ അമ്മാവനോട് വന്നിരിക്കണം. എറണാകുളത്ത് തന്നെ കെട്ടിയിട്ടേക്കാണ്. ഞാൻ പറഞ്ഞ ട്രിവാൻഡ്രത്ത് വരണം. അപ്പോൾ പുള്ളിയുടെ കൊടുത്തു. അപ്പോൾ പുള്ളി, ഹലോ നിങ്ങൾ വരുമോ? ഞാൻ പറഞ്ഞു അതെ, പിന്നെ എന്നെ ഇവിടെ കെട്ടിയിട്ട് ഇത് അവർ കിടന്ന് ചിരിയാണ് ഇവിടെ. എന്നെ കെട്ടിയിട്ടേക്കണം പുള്ളി. അപ്പം എനിക്ക് കേൾക്കാം പുള്ളി എൻ്റെ വൈഫിനോട്, പുള്ളി അവനെ കെട്ടിയിട്ടേക്കണം. ഞാൻ പറഞ്ഞതൊന്നും വേണ്ട. അപ്പോൾ റെഡി ആ നോബി അടിക്കുന്ന സീൻ ചെയ്യും. അപ്പം മറ്റേ പുള്ളി കണ്ട അവൻ ആരാ ഇടിക്കണം ഇവിടെ, എനിക്കിതെല്ലാം കേൾക്കാം. അതൊരു ഇതിഹാസ കല്യാണമായിരുന്നു. അതൊരു ഇതിഹാസ കല്യാണം. ഈ പടം കാണുമ്പോൾ എനിക്ക് കെട്ടിയിരുന്ന സീക്വൻസ് കാണുമ്പോൾ എനിക്ക് അതായിരിക്കും ഓർമ്മ വരാൻ ഷുവറാണ്. ഓക്കെ, ആൻഡ് ഇവിടെ എന്തെങ്കിലും രസകരമായിട്ടുണ്ടായിരുന്നോ? ഇങ്ങനത്തെ ഇവരുടെ രസകരമായ സംഭവങ്ങൾ കാണുക കേൾക്കുക എന്നുള്ളതല്ല, നമ്മൾ ഇങ്ങനത്തെ മണ്ടത്തരങ്ങളൊന്നും കാണിക്കും. അങ്ങനെ അത്ര വലിയ രസകരമായിട്ടുള്ള അനുഭവങ്ങളൊന്നും അല്ല. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഒന്നാമത്. ഭയങ്കര ചമ്മലുള്ള പരിപാടിയാണ് ഇത് പെണ്ണായിട്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു അനുശ്രീക്ക് അത്രയ്ക്ക് ചമ്മലുണ്ടായില്ലേ? ആണാകുമ്പോ ഉണ്ടായിരുന്നോ? അങ്ങനെ ചമ്മൽ കാരണം ഷൈനിന് ചമ്മൽ എന്ന് വെച്ചാൽ കാരണം ജാനകി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഭയങ്കര ഒതുങ്ങിയ ഒരു ക്യാരക്ടറാണ്. എപ്പോഴും നാണോ അല്ലെങ്കിൽ പേടി. അപ്പൊ ഷൈൻ എന്ന് പറഞ്ഞ ഒരു ആൺകുട്ടി ഭയങ്കരമായിട്ട് ഒതുങ്ങി എപ്പോഴും അയ്യോ അങ്ങനെ ഇരിക്കേണ്ട ഒരു സംഭവമാണ്. അതുകൊണ്ടായിരിക്കും ഷൈൻ ചിലപ്പം അങ്ങനെ എപ്പോഴും നാണം കുണുങ്ങിയ ക്യാരക്ടർ. പിന്നെ ഒരാണ് പെണ്ണായിട്ട് അഭിനയിക്കുമ്പോൾ അത് പ്രത്യേകിച്ച് കാണിക്കണം, എടുത്ത് നാണം. അപ്പൊ അതിന്റെ ചമ്മലായിരിക്കും. എനിക്ക് എപ്പോഴും മറ്റേ ധൈര്യം, വീരം, അങ്ങനത്തെ ഭാവങ്ങളായിരുന്നു നവരസങ്ങളിൽ. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ആസ് ഇതിഹാസയുടെ പാർട്ട് ഓഫ് ആസ് എ ആക്ടർ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഡയലോഗ് ആസ് എ ഗേൾ ഒന്ന് ഞങ്ങൾക്ക് വേണ്ടി ഡെലിവറി ചെയ്യണം. പ്രത്യേകിച്ച് അങ്ങനെ ഡയലോഗ്സ് ഒന്നുമില്ല, ജസ്റ്റ് ഒരു ബിഹേവിയർ എങ്കിലും. ഈ ഷൈൻ പെണ്ണായതിനു ശേഷം ഷൈനെ പിടിക്കുന്ന ഒരു സീനുണ്ട്. ഞാൻ ഷൈൻ്റെ പുറത്ത് തൊട്ട ഷൈൻ ആ സീൻ മൊത്തം എപ്പോഴും തൊട്ടാലും ഷൈൻ. ഞാൻ അതിനുശേഷം ഇവൻ ഫുഡ് കഴിച്ചോണ്ടിരുന്ന സമയത്ത് ഇവന്റെ കയ്യിൽ പിടിച്ചു. അല്ല പുള്ളി ഞാൻ പാന്റും ഷർട്ടും ഇട്ടിരിക്കണം. അപ്പൊ പെണ്ണാണല്ലോ, ഞാൻ ഉള്ളില് പെണ്ണാണല്ലോ, ഇവർക്ക് പക്ഷെ ആണാണ്. അപ്പൊ മോതിരം തപ്പുകയാണ് എന്റെ പോക്കറ്റില്. ഒരു പെണ്ണിന്റെ പോക്കറ്റിൽ കൈ ഇടുമ്പോ എങ്ങനെയായിരിക്കും രണ്ട് സൈഡ് ഇങ്ങനെ ഇട്ടോണ്ടിരിക്കും. എന്നിട്ട് ഇവിടെ പിടിക്കുക. നമ്മളാണാണെങ്കിലും നമ്മള് പെണ്ണിനെ പിടിക്കണ പോലെയാണല്ലോ ഫീല്. അല്ല, ഈ ഷൈന ക്യാരക്ടർ ആയിക്കഴിഞ്ഞാലേ കുറച്ച് ഒരു ഇപ്പൊ കട്ട് പറഞ്ഞ് പുള്ളി എന്നൊക്കെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. കട്ടിങ്ങനെ ആക്ട് ചെയ്തിട്ട് കട്ട് ചെയ്ത് പറഞ്ഞിട്ട് പുള്ളി വന്നിങ്ങനെ കാണും. അപ്പൊ കാണുമ്പോഴും ആ ക്യാരക്ടറായിട്ടാണ് നോർമൽ ആവുള്ളൂ. ഞങ്ങൾ അതിൽ ഇഴുകി ചേർന്നിരിക്കുകയായിരുന്നു അല്ലേ. നമുക്കിനി ബാക്കിയുള്ള പ്രൊജക്ട്സിനെ കുറിച്ച് സംസാരിക്കാം. ഇനി നെക്സ്റ്റ് പ്രൊജക്ട് എന്താണ് അനുശ്രീ? ഇല്ല, ഞാനൊന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല. കാരണം ഈ ഫ്രാക്ചർ ഉള്ളതുകൊണ്ട് ഞങ്ങള് ഇതിഹാസയുടെ സ്റ്റാൻഡിനിടയിൽ വീണത് കൊണ്ട് നമ്മൾ അയ്യോ അല്ല വീട് പണിയിടയിൽ വീണതായിരിക്കും അല്ലേ? അതല്ല, ഷൂട്ടെല്ലാം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് പറ്റിയതാണ്. സോ അതുകൊണ്ട് എനിക്ക് ഒരു 4-5 മാസം എന്തായാലും ഒന്നും പറ്റില്ല. അതുകൊണ്ട് പുതിയ വർക്കൊന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല. അതിനുശേഷം നല്ല വർക്കുകൾ വരികയാണെങ്കിൽ. ഓക്കെ, ആൻഡ് അബൌട്ട് ഷൈൻ? ഞാൻ ചെറിയൊരു പടം ചെയ്തു, ബൈബിളിയോ എന്നുണ്ട്, പുതിയൊരു ഡയറക്ടർ സാജൻ കുര്യൻ എന്ന് പറഞ്ഞിട്ട്. അത് മാത്രമേ ഇപ്പൊ ചെയ്യുന്നുള്ളൂ. ബാക്കി പിന്നെ കഥ കേൾക്കുന്നു, ഒന്ന് ഫിക്സ് ചെയ്തിട്ടൊന്നും. ഓക്കെ, അപ്പം അങ്ങനെ പോകുന്നുണ്ട്. ആൻഡ് നമ്മളെ കെട്ടിയിട്ട് വീരൻ്റെയോ?
എൻ്റെ പുതിയ സിബി മലയിൽ സാറിൻ്റെ ഞങ്ങളുടെ വീട്ടിലെ അതിഥികളെന്ന് പറഞ്ഞിട്ട് നേരെ ഇതൊന്ന് ഓപ്പോസിറ്റ്. ഇതൊരു ട്രിവാൻഡ്രം സ്ലാങ് ആണ് ഈ ചിത്രത്തിൽ. മറ്റത് നേരെ തൃശ്ശൂർ സ്ലാങ് ആണ് കൊടുത്തത്. ഓക്കെ. ആൻഡ് ഇതിൻ്റെ ആക്ച്വലി എറണാകുളം ആൻഡ് പാലക്കാടിലാണ് ഫുൾ ഷൂട്ട് നടന്നത്. എന്നാലും ഇതിൻ്റെ സ്ലാങ് ഫുൾ ഓഫ് ട്രിവാൻഡ്രമാണോ? അല്ല അല്ല, ഞാൻ എൻ്റെ സ്റ്റൈല് ഞാൻ പറഞ്ഞു നോബിച്ചേട്ടൻ എളുപ്പത്തിന് വേണ്ടി. ബാക്കിയെല്ലാം ചെയ്യുന്നത് കൊച്ചി. കൊച്ചി സ്ലാങ് യൂസ് ചെയ്യുന്നുണ്ടോ? അങ്ങനെ അങ്ങനെ പ്രത്യേകിച്ച് ചെയ്യുന്നു. സ്ലാങ് പറയാൻ വേണ്ടിയിട്ട് അങ്ങനെയില്ല, ബട്ട് സ്റ്റിൽ ഒരു ചെറിയൊരു ടച്ച് കൂടുതലായിട്ട് യൂസ് വരുന്നുണ്ടല്ലേ? ചെയ്തിരിക്കുന്നത് അങ്ങനെ. ഓക്കെ. ആൻഡ് നിങ്ങൾക്ക് ഈ ഫസ്റ്റ് ഫിലിം ഇതിഹാസ വിത്ത് ദിസ് ക്രൂ ഇതിന് ശേഷം ഇനി മോഹമുണ്ടോ ഇനി ഫിലിമുകളിലേക്ക് എന്നുള്ള മോഹം? പിന്നെ ഉറപ്പായിട്ടും സിനിമ മാത്രം സ്വപ്നം കണ്ട് നടക്കുന്ന കുറച്ച് പേരാണ്. ഞാൻ പറഞ്ഞില്ല ആദ്യം. അപ്പം ഇതിൻ്റെ ഒരു വിജയമാണ്. ഈ പടത്തിൻ്റെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിൽ ബിനു, ഈ പടത്തിൻ്റെ മെയിനായിട്ടുള്ള കാര്യം ബിനു തന്നെയാണ്. ബിനു ആദ്യമേ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞപ്പോൾ ചേട്ടാ നമുക്ക് നമ്മുടെ വീട്ടിൽ എൻ്റെ അനിയത്തി, അമ്മ, കുട്ടി ഇവർക്കൊക്കെ പോയിരുന്നൊരു സിനിമ മതി, അല്ലാതെ വേറെ ഒരു സംഭവം അതിൽ വരരുത്. കുടുംബമായിട്ട് പോയിരുന്ന് കാണുന്ന കളർഫുൾ ആയിട്ടൊരു പടം. പിന്നെ അവന് പ്രത്യേകത നല്ല 3 പാട്ട് വേണം നമുക്ക്. അതുകൊണ്ട് മ്യൂസിക് ഡയറക്ടർ ദീപക്കേട്ടനെ തന്നെ വേണം അത് പറഞ്ഞു. പിന്നെ ഫൈറ്റ്, അങ്ങനെയാണ് അവൻ്റെ ഒരു സ്റ്റൈല്. അത് പുള്ളി ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ഫൈറ്റ് നമുക്ക് റൺരവി സൂപ്പർ ഫൈറ്റ് ആയിരിക്കണം. കൊച്ചു കുട്ടികൾക്ക് നല്ല രസമുള്ള ഫൈറ്റ്. അങ്ങനെ അപ്പോൾ പാട്ട്, ഡാൻസ്, യുദ്ധം ഒക്കെ വെച്ച് ഒരു എന്താ പറയുന്നത്, ഒരു കൊച്ചു കുട്ടികളോട്ട് വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു നല്ല കളർഫുൾ കോമഡി ചിത്രം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് മേക്ക് ഇങ്ങനെ തന്നെയാണ് ഇപ്പൊ അരുൺ ചേട്ടൻ സംസാരിച്ച ആ ശൈലി തന്നെയാണ് ബിനു ചേട്ടൻ എപ്പോഴും. മോഡുലേഷൻ വരെ കറക്റ്റ് ആണ്. എല്ലാം സൂപ്പർ. നമ്മുടെ കൊച്ചു പിള്ളേർക്ക് പറയത്തില്ല, അവർക്ക് ചുമപ്പ് കളറാ ഇഷ്ടം, പച്ച കളറാ ഇഷ്ടം, കുറെ കളർഫുൾ സാധനങ്ങളാ ഇഷ്ടം എന്ന് പറയുന്നത് പോലെയാണ് ഞങ്ങളുടെ ഡയറക്ടർ. ഓക്കെ. നമുക്ക് ഫസ്റ്റ് ഒരു ഡയറക്ടർ നിങ്ങൾ നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു ഫ്രഷർ ആണ്, നിങ്ങൾക്കൊരു ഡയറക്ടർ എന്നുള്ള ഫീൽ ചെയ്തിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഇല്ല, എപ്പോഴും ബിൻചേട്ടൻ എപ്പോഴാണെങ്കിലും കറക്റ്റ് അറിയാം ഓരോ സീനിൽ എന്തൊക്കെയാണ് വേണ്ടതെന്ന് എന്തായാലും കറക്റ്റ് പഠിച്ചു. അല്ലാണ്ട് അവിടെ വന്നിട്ട് ഇത് എങ്ങനെ എടുക്കണം, അയ്യോ അങ്ങനെ ഒരു പേടി ഞങ്ങൾ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് മൂവി ആയതുകൊണ്ട് തന്നെ നമ്മളാണെങ്കിലും ആദ്യം ഒരു പടം ചെയ്യുമ്പോൾ, ഞാൻ ഡയമണ്ട് നെക്ലേസ് ചെയ്ത സമയത്ത് ഓരോ സീൻ കിട്ടുമ്പോഴും എങ്ങനെയൊക്കെ ചെയ്താൽ ഏറ്റവും ബെറ്റർ ആക്കാമെന്ന് നമ്മൾ തന്നെ ചിന്തിക്കും. ചിലപ്പം കുറച്ചുകൂടെ കഴിയുമ്പോൾ ചിലപ്പോൾ അത് ചിന്തിക്കത്തില്ലായിരിക്കും. സീൻ കിട്ടുമ്പോഴേ ഓക്കെ ഇങ്ങനെ പറയുമായിരിക്കും. പക്ഷെ ബിൻചേട്ടനാണ് ആദ്യമായിട്ടായതുകൊണ്ട് എനിക്ക് തോന്നുന്നു അവരും കൂടുതലായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവണം. ഉറക്കമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എപ്പോഴും എപ്പോൾ വന്നാലും ഇരിക്കണതാണ്. രാവിലെ 6 മണിക്കാണെങ്കിലും ബിൻചേട്ടനുണ്ട്, രാത്രി 12 മണിക്കാണെങ്കിലും ബിൻചേട്ടനുണ്ട്. ഞാനൊക്കെ വിചാരിച്ചിട്ടുണ്ട് ഉറക്കമേ ഉണ്ടാവില്ല. കാരണം ഞാൻ തന്നെ ചോദിച്ചു തുടങ്ങി ഓരോ ദിവസങ്ങളിൽ, നാളെ 6 മണിക്ക് തന്നെ വരണോ, 10 മണിയായിട്ട് ഞാൻ വന്നാൽ പോയി. ഞാൻ തന്നെ ക്ഷീണിച്ചിട്ട് ചോദിക്കേണ്ട അവസ്ഥ. കാരണം എപ്പോഴും എല്ലാവരും ലൊക്കേഷനിലുണ്ടാകും. കാരണം വേറെ ഷൂട്ടിൽ എനിക്കുള്ള എക്സ്പീരിയൻസ് ചിലപ്പോൾ ഉച്ചയ്ക്ക് ആയിരിക്കും നമ്മളെ വിളിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ 10 മണിയാകുമ്പോൾ വന്നാൽ മതി എന്ന് പറയും. ഇത് രാവിലെ എന്നും 6 മണിക്ക് വൈകിട്ട് ഷൂട്ട് തീരുന്നുണ്ട്. മിക്കപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. കാരണം എല്ലാവരും ചിലപ്പോൾ മിക്ക സീൻസിലും എല്ലാവരും ഉണ്ടാവും. അപ്പോൾ എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് ഇതേം ഇപ്പോൾ ഈ ഡയറക്ടർമാരെയൊക്കെ സമ്മതിക്കണം. പിന്നെ എനിക്ക് തോന്നുന്നു ആ ഒരു പാഷനാണ് അവരെ കൊണ്ട് അങ്ങനെ ചെയ്യിക്കുന്നത്. നല്ല പാഷനുള്ള കുറേ ടീമിനെയാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. കാരണം ഓക്കെ ഒരു ഷോട്ട് കുറേ വട്ടം എടുത്തിട്ട് നന്നായില്ലെങ്കിൽ എന്നാൽ പിന്നെ ഇത് മതി അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. കാരണം ഫൈറ്റ് എടുക്കുമ്പോഴാണെങ്കിൽ പോലും ആ ബുദ്ധിമുട്ട് എനിക്ക് കൂടുതൽ മനസ്സിലായി. പിന്നെ ഫൈറ്റ് കിടക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറയും, ഷൈന ഒന്നുകൂടി എടുക്കാം, ശരിയായിട്ടില്ല, വെയിലുണ്ട്, അറിയാം ചൂടാണ്, നമുക്ക് പെട്ടെന്ന് തീർക്കണം, എന്നാലും നമുക്ക് എടുത്തിട്ട് പോകണം, അത് എടുക്കണം, ഒന്നുകൂടി ചെയ്യണം, അത് പഞ്ചായിട്ടില്ല. പുള്ളിക്ക് ആ പഞ്ചിലേക്കാണ്ട് എത്തണം. അതുകൊണ്ട് ഞാൻ പുതിയ ഡയറക്ടേഴ്സിനെ കണ്ടിട്ടുണ്ട്. ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിരുന്നതുകൊണ്ട് നമ്മൾ കുറെ അഡ്ജസ്റ്റ് ചെയ്യും ഷൂട്ടിങ്ങിന്റെ സമയത്ത്. ഇപ്പൊ ലൈറ്റ് പോവുകയാണെങ്കിൽ നമ്മൾ വേഗം എടുത്ത് തീർക്കും. പക്ഷെ ബിനുവിന് ആ ടെൻഷനും കാര്യങ്ങളില്ല. ആവശ്യമുള്ളത് എടുത്തിട്ട് ബിനു പോവുള്ളൂ, അത് കഴിഞ്ഞിട്ട് പോയാൽ മതി. ഒരു സൗമ്യ സ്വഭാവത്തിൽ നമ്മളങ്ങ് പിടിച്ചു. അതെ, കാരണം എനിക്കൊക്കെ ആണെങ്കിലും പാലക്കാട് വെച്ചിട്ടും ഒരു ഫൈറ്റ് സീൻ ഉണ്ടായിട്ടുണ്ട് ആ ചൂടത്ത്. അപ്പം തറയിൽ കിടക്കുന്ന ഒരു സംഭവമുണ്ട്. അപ്പം ചരലൊക്കെ നല്ല പഴുത്ത് കിടക്കുന്ന, അതായത് ഇങ്ങനത്തെ പച്ച പിടിച്ച് കിടക്കുന്ന പോച്ചകൾ ഫുൾ കരിഞ്ഞുണങ്ങി നിന്നിട്ട് അവിടെ കിടക്കണം. എന്നുവെച്ചാൽ ആ സമയത്ത് മാത്രമേ കിടക്കാൻ പറയുള്ളൂ. അതിന് മുമ്പ് നോക്കാനായിട്ടൊന്ന് കിടന്നു നോക്കും അങ്ങനൊന്നും പറയുന്നില്ല. കറക്റ്റ് സമയത്ത് കിടന്നാൽ മതി. പക്ഷെ അത് എത്ര വട്ടം എടുക്കേണ്ടി വന്നാലും നമുക്കും തോന്നും കിടക്കും. കാരണം നമുക്കും നമ്മുടെ ആഗ്രഹമാണ് സ്ക്രീനിൽ വരുമ്പോൾ ഏറ്റവും ബെറ്റർ ആയിട്ട് അത് വരണം എന്നുള്ളതുകൊണ്ട് നമ്മളും ചെയ്യും. പക്ഷെ ഇപ്പോൾ ഓർക്കുമ്പോഴത്തേക്ക് ഈശ്വരൻ അങ്ങനെ ചെയ്യാൻ പറ്റിയില്ലോ എന്നൊരു സംതൃപ്തിയുണ്ട്. സോ എല്ലാവരും അതുകൊണ്ടാണ് ഞങ്ങൾക്കൊരു പ്രതീക്ഷയുള്ളത്. കാരണം കുറേ ആൾക്കാർ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ വേറെ കെമിസ്ട്രി എന്ന് പറയുമ്പോൾ ഈ ബിനുവും സിനോജും, ഇതിലെ ക്യാമറാമാൻ സിനോജ്,
ഒരു 12 വർഷമായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്തവരാണ്. അപ്പോൾ ഭയങ്കര കെമിസ്ട്രിയാണ്. അപ്പോൾ അവർ രണ്ടുപേരും ഇടാ നമുക്ക് ഇത് അവിടെ വെക്കാന്ന് പറഞ്ഞാൽ അവിടെ വെക്കാടാ ഇങ്ങനത്തെ ഒരു ഭയങ്കര കെമിസ്ട്രിയാണ്. അത് ഈ പടത്തിൽ ക്യാമറയിൽ ഒരുപാട് ഇപ്പൊ സെൻസർ ബിനുവും സിനോജും തമ്മിലല്ല, ഈ വൈശാഖ് ആയാലും എല്ലാവരും അരുണായാലും ഇതിന്റെ എഡിറ്റർ ജോവിനാണെങ്കിലും. ഞാൻ ശരിക്കും കഴിഞ്ഞതിന്റെ മുന്നത്തെ ജൂലൈയിലാണ് ബിനു ആദ്യമായിട്ട് എൻ്റെ അടുത്ത് വരുന്നത് ഒരു ഷോർട്ട് ഫിലിം ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അന്ന് ഞാൻ ഇവരുടെ ലൊക്കേഷനിലേക്ക് വരുമ്പോൾ ഒരു കൂട്ടം ടെക്നീഷ്യന്മാരല്ല, ഒരു കൂട്ടം നമ്മൾ സ്കൂളിൽ ക്ലാസ്സിലൊക്കെ സ്കൂൾ ടൈമിലൊക്കെ കാണുന്ന ടീമിട്ട് കളിക്കില്ലേ ഫ്രണ്ട്സ്, അതേപോലത്തെ ഒരു ടീമാണ് അവിടെ. ഇവര് ഫുൾ ഫ്രണ്ട്സ് ആണ്. ഇവരുടെ എനർജി ഉണ്ട് സിനിമയിലേക്ക് വരുന്ന ഒരു സിനിമ പാഷനായിട്ടുള്ള. എന്നാൽ ഇവരൊന്നും സിനിമയിലുള്ളവരല്ല, ഒന്നും പഠിച്ചിട്ടില്ല, ആരും അസിസ്റ്റൻസ് ഇല്ല. പക്ഷെ ഇവരുടെ ആ ഗ്രൂപ്പ് എഫേർട്ട് തന്നെയാണ് എനിക്ക് കാണാൻ പറ്റുന്നത് അതിൽ. അത് സിനോജും ബിനുവും മാത്രമല്ല, അരുണായാലും വൈശാഖായാലും. വൈശാഖൊക്കെ ക്യാമറ അസിസ്റ്റന്റ് ആണ് ബിനുവിന്റെ ഒപ്പം ക്യാമറ ചെയ്തിരുന്ന വിഷയം. വൈശാഖിനെ വെച്ചിട്ട് ഒരു ആൽബം ചെയ്തിട്ടുണ്ട് വൈശാഖ് നായകൻ ബിനു. ഭാവിയിലെ കോമ്പറ്റീഷൻ ആയിട്ട് കേട്ടോ. നോബിയൊക്കെ ആയാലും നോബി നമ്മളെ എന്നാണ് സ്കൂളിൽ പഠിച്ച പരിചയം. ഓ മൈ ഗോഡ്, എനിക്ക് തോന്നുന്നു ഈ ഫിലിം നോക്കുമ്പോൾ ഇവർക്കറിയാം ഇത് ഫുൾ ഓഫ് ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ കൂട്ടായ്മ എന്ന് തന്നെ പറയാം അല്ലെ. എല്ലാവരും ഫോട്ടോഗ്രാഫേഴ്സ് ആണ്. അപ്പൊ ഇനി നോക്കണ്ട, ക്യാമറ ഉണ്ടാവും ലൊക്കേഷനിൽ. അപ്പൊ എനിക്ക് നോക്കണ്ട, ബിക്കോസ് അത്രയ്ക്കും പെർഫെക്റ്റ് ആയി. ബിക്കോസ് അത്രയ്ക്കും നോക്കി അത്രയ്ക്കും അറിയുന്നവരാണ് ഈ ഫിലിം ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. നമ്മൾ ലൊക്കേഷനിൽ ഫ്രീ ആണ് എല്ലാവരും, അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ നമുക്കൊരു മടി തോന്നുന്നില്ല. ഏത് പറഞ്ഞാലും അടുത്ത ഇത് ഒന്ന് അത് വേറെ മാറ്റിച്ചാടി ഏത് വേണം നിനക്ക് പറ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഫ്രീ ആയിരുന്നു അതുകൊണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നിങ്ങൾ എന്തായാലും ക്യാരക്ടറിൽ സാറ്റിസ്ഫൈഡ് ആണല്ലേ? അപ്പം എന്തായാലും ഇവരെന്തായാലും സാറ്റിസ്ഫൈഡ് ആണ്. ആൻഡ് ഇതിഹാസ ടീം ടു വെരി ഹാപ്പി ടു പ്രസന്റ് ദ ഫിലിം ബിഫോർ യു. അപ്പം എന്തായാലും നിങ്ങൾ എല്ലാവരും ക്രോസ് ഫിംഗേഴ്സിന് വെയിറ്റ് ചെയ്ത് നോക്കുക. ഇറ്റ് ഗോണ ബി സംതിങ് ഡിഫറെൻറ്റ്. ആൻഡ് നമ്മുടെ മലയാള ഫിലിംസിൽ ആദ്യമായിട്ടായിരിക്കും ഒരു പെണ്ണാണുമായിട്ടുള്ള ക്യാരക്ടർ നമ്മൾ ഓൺ സ്ക്രീനിൽ സെയിം ടൈമിൽ കാണുന്നത് അല്ലേ? ആസ് ലൈക്ക് നമ്മൾ ഹോളിവുഡിലൊക്കെ കണ്ട പോലെ ഇവരെ കൊണ്ട് മാക്സിമം ചെയ്തിട്ടുണ്ട്. ആൻഡ് അനുശ്രീയുടെ വക സ്റ്റണ്ടും സീക്വൻസും ആൻഡ് നമ്മുടെ ഷൈൻ്റെ വക ഒരു ഗേളിഷി ടച്ച് ഓഫ് ഫിലിം. വി ആർ സോ വെയിറ്റിംഗ്. എന്തായാലും ഓൾ ദി ബെസ്റ്റ് ഇതിഹാസ ടീം, ഓൾ ദി ബെസ്റ്റ്.